ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ചെണ്ടക്കടയിൽ നിന്നുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പൂജ പ്രോഡക്ട്സിന്റെ ലോഞ്ചാണ്. അപ്പോൾ ലോഞ്ചിന് വന്നിരിക്കുന്നത് അവിടെ ഗുരുവായൂരപ്പന്റെ കഥകളൊക്കെ പറയുന്ന വ്യാസനാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെണ്ടക്കടയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള പൂജ പ്രോഡക്ട്സിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ്, എല്ലാം നല്ല പ്രൊഡക്റ്റ് ആണ്, എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗീ ആണ്, ഈ ഒരു നെയ്യ്. നമുക്ക് ഇന്ന് കുട്ടികൾക്കും നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഇന്ന് നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ നെയ്യ് എത്രത്തോളം പ്യുവറാണ്, എത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് അതിനുണ്ട് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു ഗീ എന്ന് പറയുന്നത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്, ദഹനത്തിന് വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ്. ഒപ്പം തന്നെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്കിൻ കെയറിന് ഏറ്റവും നല്ലതാണ് ഈ ഒരു നെയ്യ് എല്ലാ ദിവസവും കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ചെണ്ടക്കടയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു നെയ്യ് നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ചെണ്ടക്കടയുടെ ഓൺലൈൻ സ്റ്റോർ ആയിട്ടുള്ള ചെണ്ടക്കട.com അവൈലബിൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പ്യുവർ ഗീ ആണ്, 100% പ്യുവർ ഗീ ആയിട്ടുള്ളൊരു നെയ്യാണിത്. സോ ഇത് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പം നിങ്ങൾക്ക് ചെണ്ടക്കടയിൽ നിന്ന് കിട്ടുകയാണ്. ഒപ്പം തന്നെ എനിക്ക് നമ്മളെല്ലാവരും അഗർബത്തീസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ അഗർബത്തി യൂസ് ചെയ്യുന്നുണ്ട്, ക്ഷേത്രങ്ങളിൽ അഗർബത്തി യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയും ക്വാളിറ്റി ഇന്ന് വളരെയധികം സംശയത്തിലാണ്. പല ആളുകൾക്കും ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പുക ശ്വസിച്ചുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നാച്ചുറൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാത്തതുകൊണ്ടാണ്. അതെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള അഗർബത്തീസ്, അതും നമുക്ക് ഇന്ന് എവിടെയും കിട്ടാത്ത തരത്തിലുള്ള ചില ഫ്ലേവേഴ്സ് ചെണ്ടക്കട ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യലാണ് തുളസി എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലേവർ വളരെ റെയർ ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്. നമ്മൾ തന്നെ ഇപ്പൊ നമ്മൾ ക്ഷേത്രങ്ങളിലും അതുപോലെ വീടുകളിലൊക്കെ അഗർബത്തീസ് യൂസ് ചെയ്യാത്ത ഒരു ദിവസം പോലും നമുക്കില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന അഗർബത്തീസ് ഒക്കെ തന്നെ എത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്, അല്ലെങ്കിൽ ഹെൽത്തിന് നല്ലതാണ് നമുക്കറിയും ഇല്ല. പല ആളുകൾക്ക് ഇന്ന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളും വരാൻ തന്നെ ഇങ്ങനെയുള്ള അഗർബത്തീസ് കാരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ അഗർബത്തീസ് എന്ന് പറഞ്ഞാൽ 100% കോൾ ഫ്രീ ആയിട്ടുള്ള അഗർബത്തീസ് ആണ്. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നവും ഇതുകൊണ്ട് ഉണ്ടാവില്ല. ഒപ്പം തന്നെ ഇതിന്റെ ഫ്ലേവേഴ്സ് നമുക്ക് സാധാരണ കിട്ടുന്ന ഫ്ലേവർ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. തുളസി അവൈലബിൾ ആണ്, വില്വപത്ര കൂവളത്തിന്റെ സ്മെല്ലോട് കൂടിയിട്ടുള്ള അഗർബത്തീസ് ആണ്. ചന്ദനത്തിന്റെ അല്ലെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ് ചന്ദനത്തിന്റെ സ്മെല്ല് വരുന്നുണ്ട്. ഒപ്പം വുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്മെല്ലുണ്ട്, അതൊരു വെറൈറ്റി ആയിട്ടുള്ള സ്മെല്ലാണ്. ഓക്കെ, ഇതൊക്കെ തന്നെ കംപ്ലീറ്റ്ലി നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അഗർബത്തീസ് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിലെ ഏറ്റവും നല്ല ഫ്ലേവർ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതും ചെണ്ടക്കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വില്വപത്രയും തുളസിയാണ് ഏറ്റവും കൂടുതൽ പോകുന്നതെന്നാണ് അരുൺ പറഞ്ഞത്. ഞങ്ങൾ ഉറപ്പായിട്ടും ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ചെണ്ടക്കടയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അഗർബത്തിയിൽ തന്നെ നമുക്ക് 2 ഫ്ലേവർ വേറെ വരുന്നുണ്ട്. ഓക്കെ, 2 ഫ്ലേവർ ചെമ്പകത്തിൽ വരുന്നുണ്ട്. ഓക്കെ, ചെമ്പകം വരുന്നുണ്ട്. ഇത് ഫ്ലവേഴ്സ് എന്നുള്ളതാണ്, മറ്റേ നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. ഇത് ഫ്ലവേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടതൊക്കെ തന്നെ തുളസി, വില്വപത്ര അല്ലെങ്കിൽ സാൻഡൽ, അങ്ങനെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ആയിരുന്നു. ഇത് നമുക്ക് ഒരു പൂക്കളുടെ മണമുള്ള അല്ലെ, ചെമ്പകത്തിന്റെ ഒക്കെ പോലെ സ്മെല്ലുള്ള ചെമ്പകത്തിന്റെ സ്മെല്ല്, ചെമ്പകത്തിന്റെ സ്മെല്ല് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ചെമ്പകത്തിന്റെ സ്മെല്ലോട് കൂടിയിട്ടുള്ള അഗർബത്തി, ഒപ്പം തന്നെ കേവഡയുടെ അരോമയുള്ള ഒരു അഗർബത്തി. ഇങ്ങനെ നിങ്ങൾക്ക് പൂക്കളാണ് താല്പര്യം, നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് അല്ല വേണ്ടത്, ഫ്ലവറിന്റെ സ്മെല്ലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് അഗർബത്തീസ് നമ്മൾ ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്തതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ജവാദിന്റെ ഒക്കെ ഫ്ലേവർ ഉള്ള ഒരു അഗർബത്തി അല്ലെ. ഇത് അഗർബത്തീസ് തന്നെയാണ്. അതെ, അഗർബത്തി. പക്ഷെ ഇതിന്റെ സ്റ്റിക്ക് വെക്കുന്ന രീതി വ്യത്യാസമുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓ, ഇതിപ്പോ നോർമലി ഒരു അഗർബത്തിക്ക് ഒരു ഇതുണ്ടാവില്ല, വെക്കാൻ വേണ്ടിട്ട്. ഇതിനതില്ല, ഇതിന് വേറൊരു ടൈപ്പിലാണ് നമ്മൾ വെക്കുക. ഇതും സ്റ്റോൺ ആണല്ലേ, കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ചന്ദനത്തിന് പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് തോന്നുക. ഒന്നാമത് ഇതിന് വളരെയധികം കട്ടി കൂടുതലാണ്. ഒപ്പം ഇതിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒരു ടൈപ്പ് സ്റ്റാൻഡാണ് ഇതിന് കിട്ടുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് സാൻഡൽസ്, ഈ ഒരു അഗർബത്തീസിന്റെ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഏതൊക്കെ ഫ്ലേവേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ 3 ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. പഞ്ചഗന്ധി ഉണ്ട്, പച്ചോളി എന്ന് പറഞ്ഞ ഫ്ലേവർ ഉണ്ട്, പിന്നെ ജവാദ്. 3 ഫ്ലേവേഴ്സ് ആണ് അവൈലബിൾ. ഇതും നമുക്ക് ഈ ടൈപ്പ് സ്മെല്ലുകൾ ഹെർബലാണ്. ഈ ടൈപ്പ് സ്മെല്ല് എനിക്ക് തോന്നുന്നു വല്ലാതെ മാർക്കറ്റിൽ
അവൈലബിൾ അല്ല, നമുക്ക് ഇവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ റീറ്റെയിലും ഹോൾസെയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഈ വീഡിയോന്റെ ത്രൂ ഔട്ട് ചെണ്ടക്കടയുടെ കോൺടാക്ട് നമ്പറും ചെണ്ടക്കടയുടെ ഓൺലൈൻ വെബ് അഡ്രസ്സും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളതിൽ ഏത് പ്രൊഡക്റ്റും വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. ഒപ്പം തന്നെ ഇന്ന് നമ്മൾ വേറെ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിൽ വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എനിക്ക് തോന്നിയത് ഈ ഒരു നമ്മുടെ ധൂപ് കോൺസ് അല്ലേ. നമുക്ക് ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ വളരെയധികം വേണ്ട ഒന്നാണ് ഈ ധൂപ് കോൺസ് പറഞ്ഞത്. ഇപ്പൊ നേരത്തെ സമയത്തൊക്കെ ധൂപം കാണിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനൊക്കെ ഇന്ന് പല ആളുകളും പലതരത്തിലുള്ള പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യണത്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഈ പൂജകന്മാരിലൊക്കെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ധൂപ് കോൺസ് ഒക്കെ വലിയ കാരണമാണ്. അത് നാച്ചുറൽ അല്ലാത്തതുകൊണ്ടാണ്, ശ്വാസതടസ്സം. പക്ഷെ ഇവിടെ നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ള ഏത് പ്രൊഡക്റ്റും അതൊക്കെ തന്നെ കംപ്ലീറ്റ്ലി നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. ഒരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ തന്നെ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടും ഒപ്പം നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഉള്ളതായിട്ട് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ധൂപ് കോൺസും നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും ചെണ്ടക്കടയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി ഉള്ള പ്രൊഡക്റ്റ്, അതെ, എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്. ഇതാണ് ഇന്നത്തെ ഈ ഒരു ലോഞ്ചിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാനത് സൂചിപ്പിച്ചത്. പക്ഷെ ഇന്നത്തെ സമൂഹം ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു ലൈറ്റിന്റെ ഓയിലാണ്. ഐ മീൻ വിളക്കെണ്ണ നമ്മൾ പറയുമല്ലോ അല്ലെ, പൂജ ഓയിലാണ്. ഈ ഒരു പൂജ ഓയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പല ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന എണ്ണ എത്രത്തോളം പ്യുവറാണ്, അതിന് എന്തൊക്കെ കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ പലതരത്തിലുള്ള ഡിസ്കഷൻ നടക്കുന്ന സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള പൂജ ഓയിലാണ് കിട്ടുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ പ്രത്യേകത ഇതിന് വളരെയധികം സ്മോക്ക് കുറവാണ് അല്ലെ. ഉള്ള ചെറിയ ആ ഒരു നമുക്ക് ദീപനാളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ക്യാംഫറിന്റെയും തുളസിയുടെയും സ്മെല്ലാണ്. അതായത് ആരോഗ്യത്തിന് നമുക്ക് ബെനിഫിറ്റ് ആവുന്ന തരത്തിലാണ് ഇതുപോലും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിൽ കുറെ ഉള്ളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കരി പിടിച്ച് വളരെയധികം ബുദ്ധിമുട്ടിലായിട്ട് കാണാൻ പറ്റും. കാരണം ക്വാളിറ്റി ഉള്ള ഓയിലല്ല അവിടെ എന്നും തന്നെ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു തവണ ഞാൻ നിങ്ങളോട് ബൾക്ക് ക്വാണ്ടിറ്റി എടുത്ത് വാങ്ങണം എന്നൊന്നും പറയുന്നില്ല. അറ്റ് എ ടൈം ഒരു പീസ് നിങ്ങൾ എടുത്ത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഔട്ട്പുട്ടിനനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. ഇത് വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒരു ഓയിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ വിളക്ക് കത്തിച്ച് വെക്കുന്ന സമയത്ത് സന്ധ്യയ്ക്ക് ഈ തുളസിയുടെയും കർപ്പൂരത്തിന്റെയും ഒക്കെ ഒരു ഗന്ധം ഇതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നല്ല സ്മെല്ലാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് സന്ധ്യയ്ക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കർപ്പൂരത്തിന്റെയും തുളസിയുടെയും ഒക്കെ ഗന്ധമുള്ള സന്ധ്യകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഈ ഒരു വിളക്ക് എണ്ണ ഉപയോഗിച്ചുകൊണ്ട്, പൂജാ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാവാനും പോകുന്നില്ല. സോ എൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ക്ഷേത്രങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്നാണ്. കാരണം അവിടെയാണ് ഇതിന്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത്. പൂജയ്ക്കൊക്കെ ചെയ്യുന്ന പല ആളുകൾക്കും പല ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും വരാനുള്ള പ്രധാന കാരണം ഉപയോഗിക്കുന്ന ഓയിൽ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഞാൻ അതുകൂടെ പറയുന്നു, നിങ്ങൾക്ക് അമ്പലത്തിൽ വഴിപാടായിട്ട് എണ്ണ സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓയിലായിരിക്കും ഈ ഒരു പൂജ ഓയിൽ. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ഓയിൽ കൊണ്ട് അവിടുത്തെ ഭഗവാനോ ഒപ്പം പൂജ ചെയ്യുന്ന ആൾക്കോ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നമ്പറും വെബ് അഡ്രസ്സും താഴെ കൊടുക്കുന്നുണ്ട്. ത്രൂ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ തന്നെ വളരെ മാക്സിമം ഡെലിവറി ടൈം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐശ്വര്യ ദീപം പൂജ ഓയിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒപ്പം തന്നെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ചന്ദനം തൊടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലമാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല സാൻഡൽസും എത്രത്തോളം നല്ലതാണ്. അപ്പൊ നമുക്ക് ഗുരുവായൂരൊക്കെ പോകുമ്പോഴൊക്കെയാണ് പ്യുവർ സാൻഡൽ കിട്ടുന്നത്. അതല്ലാതെ എത്രത്തോളം പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് നല്ല സാൻഡൽ കിട്ടുക. ഇന്ന് നമ്മൾ ഇവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട് ലോഞ്ച് ചെയ്ത പ്രൊഡക്ട്സിൽ ഈ ഒരു ചന്ദൻ പൗഡറും അവൈലബിൾ ആണ്. ശ്രീ ചന്ദൻ എന്നാണ് അതിന്റെ പേര്. നമുക്കിത് പൗഡർ ആയിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്കിത് പൂജയ്ക്ക് ഉപയോഗിക്കാം, ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നനച്ച് തൊടാവുന്നതാണ്. 100% പ്യുവർ ആണ്. പല ആൾക്കാരും പറയാറുണ്ട് ഇങ്ങനെയുള്ള ചില സാൻഡൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ തൊലിക്ക് സ്കിന്നിന് നിറ വ്യത്യാസം വരുന്നു, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പറയുന്ന ആൾക്കാരാണ്. അത് പ്യുവർ അല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് 100% പ്യുവർ ആയിട്ടുള്ള സാൻഡലാണ് വരുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതും
നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തിയ ഗീ ആയിക്കൊള്ളട്ടെ, പൂജ ഓയിൽ ആയിക്കൊള്ളട്ടെ, അഗർബത്തീസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ധൂപ്കോൺസ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ നാച്ചുറൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് മാനുഫാക്ചർ ചെയ്തതാണ്. ഒപ്പം തന്നെ ഹെൽത്തിന് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാത്തതെന്നാണ്. ഇതിൻ്റെയൊക്കെ തന്നെ കോംബോ പാക്സും നമുക്ക് അവൈലബിൾ ആണല്ലോ അല്ലേ? നമുക്കിപ്പോൾ കോംബോ പാക്സും പ്രധാനമായിട്ടും ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മൾ ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്കോ ഇത് കൂടുതലായിട്ട് വേണം, ഒരു ബൾക്ക് ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെണ്ടക്കടയെ കോൺടാക്ട് ചെയ്യാം, ഹോൾസെയിൽ റേറ്റിന് കൊടുക്കാവുന്നതാണ്. അതെ, അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള വെബ് അഡ്രസ്സ്, ഒപ്പം തന്നെ അതിന്റെ വാട്സപ്പ് നമ്പർ, ഓർഡർ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ത്രൂ ഔട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുവഴി ഓർഡർ ചെയ്യുക. നിങ്ങൾക്ക് നല്ല പ്രൊഡക്ട്സ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പുതിയ പ്രൊഡക്ട്സിന് എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുന്നു. ഈ ഒരു പ്രൊഡക്ട്സ് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആരാധനാലയങ്ങളിലും എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.